ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട. പക്ഷേ ഇതിപ്പോൾ തണുത്തു പോയി, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. ചട്നി അസൽ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. പക്ഷേ നമ്മുടെ ആലു പൊറോട്ടയ്ക്ക് അത്രയും നോർത്ത് ഇന്ത്യൻ ടച്ച് ഒന്നുമില്ല, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടച്ച് തന്നെയാണ്. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാവേ. അതിനായിട്ട് ഞാൻ ചപ്പാത്തി മാവ് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. ഇതിനകത്ത് ഞാൻ സവാള വഴറ്റുന്നില്ല, പകരം ഇത് ചതച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്നി കൂടെ തയ്യാറാക്കാം. ഇപ്പോൾ നേരത്തെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച അതേ ജാറിലോട്ട് തന്നെ കുറച്ച് പച്ചമുളക്, നിങ്ങളുടെ എരിയുടെ ആവശ്യത്തിനുള്ള പച്ചമുളകും, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇനി ഇതിലേക്ക് പുതിനയില, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാവേ. ഇനി ഇതിലേക്ക് ഉപ്പും, ഞാനിപ്പോൾ ജീരകം ഇടുന്നില്ല, ചെറിയ ജീരകം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെറിയ ജീരകം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ തൈര് ഒഴിക്കുന്നില്ല, കാരണം തൈര് ഒഴിച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിപ്പോൾ. അപ്പോൾ ഇത് അരച്ചതിന് ശേഷം കുറച്ച് തൈര് ഉടച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് അരച്ചാൽ, അല്ലെങ്കിൽ ഇത് അരഞ്ഞു വരത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനിയും വാട്ടർ കൺസിസ്റ്റൻസി ആവുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ തൈര് കൂടി ഇതിനകത്ത് ചേർത്ത് അരയ്ക്കാം. ഞാനിപ്പോൾ തൈര് ഇതാ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ അരച്ചെടുത്തേക്കുന്നില്ലേ, അത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് അത് ലൂസായി പോകത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പൊട്ടറ്റോ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചൂടുണ്ട്, ആ ചൂടോടുകൂടി തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കാവേ. നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുക്കാതെ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കും. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാം. അതിനകത്ത് കുഴച്ച് വെച്ചേക്കുന്ന ചപ്പാത്തി മാവിന് ഒരു ചെറിയ ബോൾ എടുക്കാം. എന്നിട്ട് കുറച്ച് മൈദ, ഞാൻ ഗോതമ്പ് പൊടിയല്ല മൈദയാണ് എടുക്കുന്നത്. ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ അതിങ്ങനെ കല്ലിൽ കരിഞ്ഞു പിടിക്കും. മൈദയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് കുറച്ച് ഇത്രയും മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു ചെറിയ ബോളാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ കവർ ചെയ്യാം. ഇനി കുറച്ചുകൂടെ മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാവേ.
ഒരുപാടങ്ങ് തിന്നാക്കണ്ട. ഉണ്ടോ? എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ചെറിയ ഉരുളകൾ, ഒരെണ്ണം ഒരിച്ചിരി വലിയ ഉരുളയും ഒരു ചെറിയ ഉരുളയും കൂടെ എടുത്തിട്ട് അതിങ്ങനെ ഇതുപോലെ ജസ്റ്റ് പരത്തി കൊടുക്കും ചെറുതായിട്ട്. ആദ്യം ഞാൻ പരത്തിയില്ല, അത്രയും പരത്തി കൊടുത്തിട്ട് ഈ ഒരു ഫില്ലിങ് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മറ്റേത് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് അത് സീൽ ചെയ്തിട്ട് പരത്തിയെടുക്കുമായിരുന്നു. പക്ഷേ ഒരു 2-3 വട്ടം ഞാനിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പൊട്ടറ്റോ നല്ല ഡ്രൈ ആയിരിക്കണം, ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല. ആ വെള്ളം വാട്ടർ കണ്ടൻറ്റ് ഉള്ളപ്പോഴായിരിക്കും നമ്മൾ പരത്തുമ്പം നമ്മുടെ ഇത് ശരിയായി വരത്തില്ല. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ എടുക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം ആ ഒരു മിക്സ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാവേ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കല്ല് നന്നായിട്ട് ചൂടാകണേ. ചൂടായതിന് ശേഷം നമുക്കിത് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒന്നായി വന്നതിന് ശേഷം നമുക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ്, ഞാനിപ്പോൾ നെയ്യാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ടേ.